ഹലോ മക്കളെ, ക്രിസ്മസ് എക്സാമിൻ്റെ പ്രിപ്പറേഷനൊക്കെ നടക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ നമ്മുടെ ഫിസിക്സ് പരീക്ഷ വരാറായിട്ടുണ്ട്. എക്സാമിൻ്റെ പാറ്റേൺ മാറിയതിലുള്ള ചെറിയ ടെൻഷനൊക്കെ പലരും പറഞ്ഞു കേട്ടു. അങ്ങനെ പ്രശ്നമാക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് പഠിപ്പിക്കാത്ത ഒരു കാര്യവും ചോദിക്കാൻ പോകുന്നില്ല. എക്സാം ടഫായതല്ല, കുറച്ചൊന്ന് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളതാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളൊരു സ്റ്റാൻഡേർഡ് എക്സാമാണ് എഴുതാൻ പോകുന്നത് എന്നുള്ളൊരു ഓർമ്മ ഉണ്ടായാൽ മതി. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുള്ള ടോപ്പിക്ക് തന്നെ ചോദിക്കാൻ പോകുന്നുള്ളൂ. അതൊന്ന് ഡീപ്പായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും. അപ്പോൾ ഇത് ടെൻഷനാണ്, ടഫാണ് എന്നൊന്ന് ആലോചിച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും മുമ്പോട്ട് പോകാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ എക്സാമൊക്കെ എഴുതി ക്ലിയർ ചെയ്ത് നല്ല മാർക്ക് വാങ്ങി മുമ്പോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മളതിനൊരു ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സാമിൻ്റെ ബൂസ്റ്റർ ഡോസായിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ 1 മാർക്കിൻ്റെ കഴിഞ്ഞ വർഷങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ള, ഇനിയുള്ള വർഷങ്ങളിൽ ചോദിക്കാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ ഈ ബോർഡ് എക്സാമിനൊക്കെ ഈ ഒരു പാറ്റേൺ തന്നെ ആയിരിക്കും കിട്ടുന്നുണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള 1 മാർക്കിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോണത്. ഓക്കെ, അപ്പോൾ ആദ്യം കഴിഞ്ഞ വർഷം 2023 കഴിഞ്ഞ വർഷം ഡിസംബറിൽ ഹാഫ് ഇയറിലേക്ക് ചോദിച്ചിട്ടുള്ള, ലാസ്റ്റ് ഇയർ 2023 ഹാഫ് ഇയറിലേക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ ആദ്യം കാണുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കി, ദ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഇൻ 12,300 സെൻറ്റിമീറ്റർ. അപ്പോൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ കാണാൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും 1 മാർക്കിൻ്റെ ചോദ്യം ഫിഗറിൻ്റെ ഭാഗത്ത് നിന്ന് എന്തായാലും ഉണ്ടായിരിക്കും കേട്ടോ. 1 മാർക്ക് സിഗ്നിഫിക്കൻറ്റ് ഫിഗറിൻ്റെ ഭാഗത്ത് നിന്നാണെന്നുള്ളത് ഉറപ്പിച്ച് വെക്കാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റിനകത്ത് നമുക്ക് നോക്കിയ സിഗ്നിഫിക്കൻറ്റ് ഫിഗറിൻ്റെ ഒരുപാട് റൂൾസ് നിങ്ങൾക്കറിയാം. ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട റൂൾ ഏതാണ്? ഇവിടെ നമുക്ക് ലാസ്റ്റുള്ള ഈ 2 സീറോസിനെ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്താ, അവർ ട്രയലിംഗ് സീറോസാണ്, അവിടെ ഡെസിമൽസ് ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ ആരെ മാത്രം നോക്കിയാൽ മതി, ഈ 1നെയും 2നെയും 3നെയും മാത്രം നോക്കിയാൽ മതി. നമ്മുടെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എത്ര എണ്ണമാണ് ഇവിടെ ഉള്ളത്? 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗറാണ് ഇവിടെ ഉള്ളത് അല്ലേ. അപ്പോൾ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ ഹിയർ. റെഡി ആണല്ലോ. രണ്ടാമത്തെ ചോദ്യം നോക്കി, ഫോർ എ സ്ട്രെയിറ്റ് ലൈൻ മോഷൻ, സ്ട്രെയിറ്റ് ലൈനിലാണ് ഒരു ബോഡി മൂവ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. എ എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് ബി എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് സ്ട്രെയിറ്റ് ലൈനിൽ ഒരു ബോഡി മൂവ് ചെയ്യുന്നു. അങ്ങനെയാണെന്ന് വെച്ചാൽ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും ഈക്വൽ ആണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണോ ഫോൾസ് ആണോ എന്നുള്ളതാണ് ചോദ്യം. ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻസ് എല്ലാ വർഷവും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതുപോലൊരു ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻ ആണത്. അപ്പോൾ നോക്കി, എ എന്ന് ബിയിലേക്ക് ഒരു ഒബ്ജക്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ബോഡി പോകുന്നുണ്ട്. ആ പോയ ദൂരം എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈനിൽ തന്നെയല്ലേ. ഇപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് വിളിക്കുക. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഫോർ ദിസ് ഇൻസ്റ്റൻസ് ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, ട്രൂ ആണ്, സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട് കേട്ടോ. റെഡി? ഓക്കെ, ഇനി ഇവിടെ നിന്ന് നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റിനേക്കാൾ കൂടുതലോ ഈക്വലോ ആവാം. ഇപ്പോൾ ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് തമ്മിലുള്ള ബന്ധം നമുക്ക് മാത്തമാറ്റിക്കലി ഇതുപോലെയാണ് എഴുതാൻ പറ്റുക. ഒന്നെങ്കിൽ ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെൻറ്റിനേക്കാളും കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കും. ഈ 2 കേസാണ് ഉള്ളത്. ഇതിൽ ഈക്വൽ ആവുന്ന കേസാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ, റൈറ്റ്. നെക്സ്റ്റ് അടുത്ത 3ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഫോർ ഇക്വിലിബ്രിയം ഓഫ് ബോഡി ദ നെറ്റ് ഫോഴ്സ് ഈസ്. ഒരു ബോഡി ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും? കൺഫ്യൂഷനൊന്നും വേണ്ട, നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും. നെറ്റ് ഫോഴ്സ് 0 ആണെങ്കിൽ ആ ബോഡി എന്താണ്, ഇക്വിലിബ്രിയത്തിലാണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, റൈറ്റ്. 4ാമത്തെ ചോദ്യം, ഡയമെൻഷൻ ഓഫ് പവർ, പവറിൻ്റെ ഡയമെൻഷൻ പറ്റുവാണെങ്കിൽ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. ഇനി അറിയാത്ത ആൾക്കാർക്ക് വേണമെങ്കിൽ ഇതുപോലെ ചെയ്തുണ്ടാക്കാവുന്നതേ ഉള്ളൂ. പവറിൻ്റെ ഇക്വേഷനാണ് എന്ത്, വർക്ക് ഡിവൈഡഡ് ബൈ ടൈം അല്ലേ. വർക്കിൻ്റെത് എല്ലാവർക്കും അറിയണം, ml² T⁻² ഡിവൈഡഡ് ബൈ ടൈമിൻ്റെ എന്താണ്, ടി. ആ ടി കറങ്ങി തിരിഞ്ഞ് മുകളിലേക്ക് വരുന്ന സമയത്ത് ml² T⁻3. റെഡി? അപ്പം ബൈ ഹാർട്ടായിട്ട് അറിയുന്ന ആൾക്കാർക്ക് ഈ ടൈം സേവ് ചെയ്യാം, ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാവുന്നതാണ്. വളരെ ഈസിയാണ് അല്ലേ. 5ാമത്തെ ചോദ്യം, എ റോളിംഗ് ബോഡി ഹാസ് ട്രാൻസ്ലേഷൻ മോഷൻ, റൊട്ടേഷണൽ മോഷൻ, അങ്ങനെ 4 ഓപ്ഷൻസ് ഉണ്ട്. ട്രാൻസ്ലേഷൻ മോഷൻ, റൊട്ടേഷണൽ മോഷൻ, ട്രാൻസ്ലേഷൻ ആൻഡ് റൊട്ടേഷൻ മോഷൻ, പൊസിഷണൽ മോഷൻ. അപ്പോൾ നോക്കി, ഒരു റോളിംഗ് ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഒരു ബോഡി ഇങ്ങനെ റോൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ റോൾ ചെയ്യുന്ന സമയത്ത് അത് സ്വയം റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, ഒറ്റയ്ക്ക് അത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ അത് ട്രാൻസ്ലേഷൻ നടക്കുന്നുണ്ട്. രണ്ടും ഉണ്ട്. അപ്പോൾ ബോത്ത് ട്രാൻസ്ലേഷൻ ആൻഡ് റൊട്ടേഷൻ. ഈസിയാണല്ലേ ക്വസ്റ്റ്യൻ? യെസ്. 6ാമത്തെ ക്വസ്റ്റ്യൻ, എക്സസ് പ്രഷർ ഇൻസൈഡ് ലിക്വിഡ് ഡ്രോപ്പ് ഓഫ് ലിക്വിഡ്. ഒരു ഡ്രോപ്പ് ഓഫ് ലിക്വിഡിനകത്തുള്ള എക്സസ് പ്രഷറിൻ്റെ ഇക്വേഷനാണ് P = 2S/R. അതിൻ്റെ ഡെറിവേഷനൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ട്, അത് നോക്കി വെക്കണേ. ഡെറിവേഷൻ്റെ ഭാഗത്ത് നമുക്ക് പറയാം. ഇനി ഒരു എയർ ബബിൾ ആയിരുന്നുവെങ്കിലോ എക്സസ് പ്രഷറിൻ്റെ ഇക്വേഷൻ 4S/R ആണ്. അപ്പോൾ ഓർത്ത് വെക്കുക, ലിക്വിഡ് ഡ്രോപ്പ് ആണെങ്കിൽ 2S/R, എയർ ബബിൾ ആണെങ്കിൽ അവിടെ 4S/R. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡ്യൂറിങ് ദ ഫേസ് ചേഞ്ച് ഓഫ് സബ്സ്റ്റൻസ് ടെമ്പറേച്ചർ ഈസ്.
ഫേസ് ചേഞ്ച് നടക്കുന്ന സമയത്ത് ടെമ്പറേച്ചർ എന്താണ്? എല്ലാവർക്കും അറിയാം അതിൻ്റെ ആൻസർ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇനി അറിയാത്ത ആൾക്കാർ പഠിച്ചോളൂ, കോൺസ്റ്റൻ്റ് ആയിരിക്കും. നമ്മുടെ കയ്യിൽ ഫേസ് ചേഞ്ച് ഡയഗ്രം ഒക്കെ പഠിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഫേസ് ചേഞ്ച് ഡയഗ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ വേഴ്സസ് ഹീറ്റ് ആയിട്ട് വരയ്ക്കുന്ന ഡയഗ്രമാണ് ഫേസ് ചേഞ്ച് ഡയഗ്രം. ആദ്യം സോളിഡ് ഫേസ് ഇങ്ങനെ വരയ്ക്കാം, അത് കഴിഞ്ഞ് സോളിഡ് ലിക്വിഡായിട്ട് മാറുന്ന ഫേസ് ചേഞ്ച്. ഇതിനെന്ത് ചെയ്യുന്നു, വീണ്ടും ലിക്വിഡ് ഫേസ് ഇങ്ങനെ വരയ്ക്കാം, ലിക്വിഡ് ഗ്യാസ് ആയിട്ട് മാറുന്ന ഫേസ് ചേഞ്ച്, ഗ്യാസ് ഫേസ് അല്ലേ. ഇതിനകത്ത് നമ്മളിതാ ഈ ഭാഗത്ത് നോക്ക് ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്, ഈ ഭാഗത്ത് ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന ഈ ഭാഗത്ത് നമ്മൾ വിളിച്ച പേരായിരുന്നു എന്ത്? ഫേസ് ചേഞ്ച്. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വെക്കുക. ഫേസ് ചേഞ്ച് നടക്കുന്ന സമയത്ത് ടെമ്പറേച്ചർ എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. ഇനി ഇങ്ങനെ ഫേസ് ചേഞ്ച് നടക്കുന്ന സമയത്ത് അവിടെ ഫേസ് ചേഞ്ചിൻ്റെ സമയത്ത് സ്റ്റോർ ചെയ്യുന്ന ഹീറ്റിനൊരു പേരുണ്ടല്ലോ. ആ പേര് നിങ്ങൾ മറക്കരുത്. ലാറ്റൻ ഹീറ്റ് ചോദിക്കുന്ന ഭാഗമാണ് ലാറ്റൻ ഹീറ്റ്. ഓക്കെ, ലാറ്റൻ ഹീറ്റ് ഓഫ് ഫ്യൂഷനും ഉണ്ട്, ലാറ്റൻ ഹീറ്റ് ഓഫ് വേപ്പറൈസേഷനും ഉണ്ട്. അതിൻ്റെയൊക്കെ വാല്യൂ പഠിച്ചു വെക്കുകയാണെങ്കിൽ നല്ലതാണ്. എനിവേ, അടുത്ത 2022 ഡിസംബറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ കണ്ടോളൂ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് എന്ന ഫണ്ടമെൻ്റൽ. ഇത് നമുക്ക് വേണ്ട, നമ്മുടെ ഡിലീറ്റഡ് പോർഷനാണ്. എന്നാലും ആൻസർ വേണമെങ്കിൽ നിങ്ങൾ അറിഞ്ഞു വെക്കുക. എൻട്രൻസ് ഒക്കെ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ന്യൂക്ലിയർ ഫോഴ്സ് ആണ് സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞു വെക്കേണ്ടത്. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ആവശ്യമുള്ളതാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ നോക്കാനാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അത് എല്ലാ വർഷവും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. 2023 വന്നിട്ടുണ്ടായിരുന്നു, അതുപോലെ 2022 ചോദിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ വർഷവും അത് ചാൻസ് കൂടുതലാണ് ചോദിക്കാൻ. അപ്പോൾ നോക്കി, ഇവിടെ തന്നിട്ടുള്ളത് 0.0020. നോക്ക്, ഇവിടെ നമുക്ക് 5 ഡിജിറ്റ്സ് കാണാം, പക്ഷേ ഇതിൽ ഏതാണ് സിഗ്നിഫിക്കൻ്റ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഇതിലെല്ലാവരും സിഗ്നിഫിക്കൻ്റ് ആണോ? അല്ല. ഇവിടെ ഡെസിമലൊക്കെ ഉണ്ട്, എന്നാലും ഡെസിമലിന് ശേഷമുള്ള 0 കൺസിഡർ ചെയ്യാമെങ്കിലും, പക്ഷേ നമുക്ക് എന്ത് പറയാം, ഡെസിമലിന് ശേഷം നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ഒരു നോൺ സീറോ ഉണ്ടോ എന്നുള്ളതാണ്. ഡെസിമലിന് ശേഷം നോൺ സീറോ ഉണ്ടെങ്കിൽ നോൺ സീറോക്ക് ശേഷമുള്ള 0നെ നിങ്ങൾ മൈൻഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഈ 2നെയും 0നെയാണ് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഈ 2നെയും ഈ 0യെയും ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? മൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ എത്രയാണ് നമ്മുടെ സിഗ്നിഫിക്കൻറ്റ് ഫിഗറിൻ്റെ എണ്ണം? 2 ആണ്. ഓക്കെ, റൈറ്റ്, കുഴപ്പമില്ലല്ലോ. ഓക്കെ, 2ൻ്റെ ആൻസർ 2. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് വൺ മേക്ക് 4% ഓഫ് എറർ. ഓക്കെ, എററിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് ആവശ്യമില്ല, ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും വേറൊരു വീഡിയോയിൽ പറയാം. യെസ്, നാലാമത്തെ ചോദ്യം, എ ബോയ് ത്രോ എ സ്റ്റോൺ വെർട്ടിക്കലി അപ്പ് ആൻഡ് ഇറ്റ് ഫോൾ ബാക്ക് ടു ഹിസ് ഹാൻഡ്. ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് സ്റ്റോൺ ഈസ്. അപ്പോൾ ഇതാണ് സിറ്റുവേഷൻ. ഒരു വെർട്ടിക്കലി ത്രോൺ ഒബ്ജക്റ്റ്, എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു പോയിൻ്റ് ഉണ്ട്, ആ പോയിന്റിലൊരു ബോയ് എന്ത് ചെയ്യുന്നു? ഒരു ഒബ്ജക്റ്റ് എടുത്തിട്ട് മുകളിലേക്ക് എറിയുന്നു അല്ലേ. സ്റ്റോൺ, കല്ലാണ് മുകളിലേക്ക് എറിയുന്നത്, എന്നിട്ടത് മുകളിലൊരു ഒബ്ജക്റ്റിലേക്ക് എറിഞ്ഞു, അത് തിരിച്ച് അയാളുടെ കയ്യിൽ തന്നെ വന്ന് വീണു. റെഡി. അപ്പോൾ നിങ്ങൾ നോക്കി, ഇവിടെ ഞാൻ മുകളിലേക്ക് ഞാനാണ് എറിയുന്നതെന്ന് വിചാരിക്കുക. ഞാനിവിടെ നിൽക്കുന്നുണ്ട്, എൻ്റെ കയ്യിൽ കല്ലുണ്ട്, ഞാൻ ആ കല്ല് മുകളിലേക്ക് എറിയാം. ഞാൻ എറിയുന്ന വെലോസിറ്റി എനിക്കറിയാം, ഞാനാണ് എറിയുന്നത്. അപ്പോൾ എൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് +20 m/s ആണെന്ന് വിചാരിക്കാം. കല്ല് മുകളിലേക്ക് പോയി താഴെ തിരിച്ച് എൻ്റെ കയ്യിൽ തന്നെ വന്ന് വീണു. എൻ്റെ രണ്ടാമത്തെ മറ്റേ കയ്യിൽ വന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ കല്ല് വന്ന് വീണിട്ടുണ്ട്. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ കയ്യിൽ തിരിച്ചെത്തുമ്പം ആ കല്ലിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് -20 m/s ആയിരിക്കും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ മുകളിലേക്ക് പോകുന്ന വെലോസിറ്റിയുടെ ഡയറക്ഷനല്ല, താഴേക്ക് വരുമ്പോൾ വെലോസിറ്റിയുടെ ഡയറക്ഷൻ മാറിയിട്ടുണ്ട്. ഓക്കെ, ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ വെലോസിറ്റി എത്രയായിരിക്കും? 0 m/s ആയിരിക്കും. അപ്പോഴാണ് അത് തിരിച്ചു വരാൻ തുടങ്ങുന്നത്. ഒരു കാര്യം കൂടി നമുക്കിവിടെ അഡീഷണൽ ആയിട്ട് പറയാം. മുകളിലേക്ക് പോകാൻ എത്ര സമയമാണോ എടുത്തത്, ടൈം ടു അസെൻഡ്, മുകളിലേക്ക് പോകാൻ എത്ര സമയം എടുത്തോ അതേ സമയം തന്നെ താഴേക്ക്. സപ്പോസ് മുകളിലേക്ക് പോകാൻ 5 സെക്കൻഡ് എടുത്താൽ താഴേക്ക് വരാൻ എത്ര എടുത്തിട്ടുണ്ടാവും? 5 സെക്കൻഡ് എടുത്തിട്ടുണ്ടാവും. ഈ മെഷർമെൻറ്റൊക്കെ ഞാൻ ചുമ്മാ പറഞ്ഞാണ് കേട്ടോ. ഇനി നോക്കി, ഇതിൻ്റെ ഗ്രാഫ് നമുക്ക് വരയ്ക്കണം. വെറും ഗ്രാഫല്ല, VT ഗ്രാഫാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, നമുക്ക് 4 ഓപ്ഷൻ ഉണ്ട്, അതിൽ ഏതാണെന്നുള്ളത് ചൂസ് ചെയ്താൽ മതി. അപ്പം ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങളുടെ മൈൻഡിലുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഗ്രാഫ് മറന്നുമില്ല. ഗ്രാഫുകൾ കാണുമ്പോൾ എപ്പോഴും കൺഫ്യൂഷനാണ്. നിങ്ങൾ പരീക്ഷാ ഹാളിൽ പോയിരിക്കുന്ന സമയത്ത് ഗ്രാഫ് കാണുമ്പം ഇതാണോ അതാണോ നമുക്ക് വേർതിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇനി മറക്കരുത്, ഇങ്ങനെ ആലോചിച്ചാൽ മതി. നമ്മൾ ആദ്യം VT ഗ്രാഫ് എന്ന് പറയുമ്പം ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ആക്സിസ് വരയ്ക്കാം. Y ആക്സിൽ വെലോസിറ്റി, X ആക്സിൽ ടൈം. ഇതിനെന്ത് ചെയ്യുന്നു? നമ്മൾ ആദ്യം എറിയുന്ന സമയത്ത് വെലോസിറ്റി പ്ലസ് അല്ലേ കൊടുത്തിട്ടുള്ളത്, അപ്പോൾ പോസിറ്റീവ് വെലോസിറ്റി. എന്നിട്ട് എന്ത് ചെയ്യുന്നു? വെലോസിറ്റി മുകളിലേക്ക് പോകുമ്പം എന്താവുന്നു? 0 ആവുന്നു. കണ്ടോ? അപ്പോൾ ടൈം കൂടുമ്പോൾ വെലോസിറ്റി ഇങ്ങനെ കുറഞ്ഞ് വന്ന് എന്തായിട്ടുണ്ട്? 0 ആയിട്ടുണ്ട്. കണ്ടോ? ഈ ഭാഗത്ത് എന്താ വെലോസിറ്റിയുടെ വാല്യൂ ഇവിടെ എത്തുമ്പോൾ എന്തായിട്ടുണ്ട്? ഈ ഭാഗത്ത് 0 ആയിട്ടല്ലേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്, ഇവിടെ 0. ഇനി നോക്ക്, പിന്നെ എന്താ ചെയ്യുന്നത്? വെലോസിറ്റി കൂടുക, പക്ഷേ നെഗറ്റീവായിട്ടാണ് കൂടുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം?
നെഗറ്റീവ് ആകുമ്പോൾ നേരെ താഴേക്ക് അങ്ങ് വരച്ചാൽ മതി. യെസ്, നേരെ താഴേക്ക് കാണിക്കാം. യെസ്, ഇതുപോലെ വെലോസിറ്റി എന്ത് ചെയ്യുന്നു, താഴേക്ക് കാണിക്കുന്നു. എന്നിട്ട് ഇതവിടെ നിങ്ങൾ എത്രയാണോ ഇവിടെ ഇപ്പോൾ ഒരു സപ്പോസ് +v എന്ന് നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അവസാനിക്കുന്ന സമയത്ത് അതിൻ്റെ വെലോസിറ്റി എന്തായിരിക്കും, ഈ ഭാഗത്ത് അതിൻ്റെ വെലോസിറ്റി നിങ്ങൾ ഇതുപോലെ മാർക്ക് ചെയ്ത് വെക്കണം, -v ആയിരിക്കും. ഓക്കെ, ഇവിടെ നിങ്ങൾ ഒരു ഗ്യാപ്പ് നിങ്ങൾ എടുക്കുകയാണ്, ടി എന്ന് പറഞ്ഞ ഗ്യാപ്പ് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്തും എന്തായിരിക്കും, ടി ആയിരിക്കും ഗ്യാപ്പ്. എന്നിട്ട് ഇവിടെ എഴുതി വെക്കണം T1 = T2. ഇത് സപ്പോസ് നിങ്ങളോട് വരയ്ക്കാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യണം. എക്സാമിന് ചിലപ്പം ഓപ്ഷൻ തരാതെ വരയ്ക്കാൻ വേണ്ടി പറയും, അന്നേരം ഇങ്ങനെ ചെയ്യണം. ഇനി അല്ല, ചുമ്മാ ഓപ്ഷനൊക്കെ തന്നിട്ടുണ്ട് ഇവിടെയെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് ഏത് ഗ്രാഫാണ് ചൂസ് ചെയ്യേണ്ടത്, ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ വരുന്നത്. ഓക്കെയാണ്, വളരെ ഈസിയാണ്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ മൈൻഡിൽ ഉണ്ടായാൽ മതി, വെർട്ടിക്കലി ത്രോൺ ഒബ്ജക്റ്റിൻ്റെ കോൺസെപ്റ്റ്. റെഡി? യെസ്. എനിക്കൊരു കാര്യം കൂടി ഞാനിവിടെ പറഞ്ഞുതരാം. ഈ ഒരു കോൺസെപ്റ്റ് ഇതിനകത്ത് ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ഇങ്ങനെ മുകളിലേക്ക് പോയി താഴേക്ക് വരുന്ന ബോഡിയുടെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയിരിക്കും. ഈ കേസിൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്താണ്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയിരിക്കും. ഇവിടെ നോക്കി എല്ലാ പോയിൻറ്റിലും ആക്സിലറേഷൻ്റെ വാല്യൂ ഇത്രയാണ്, ജി ആണ്. അപ്പോൾ നോക്കി ഈ ഒരു പോയിൻറ്റിൽ ഈ ടോപ്പ് മോസ്റ്റ് പോയിൻ്റ് കണ്ടല്ലോ, ഈ ഒരു ഭാഗത്ത് ഈ ഒരു പോയിൻ്റ് കണ്ടല്ലോ, ഇവിടെ വെലോസിറ്റി എത്രയാണ്, ഈ പോയിൻ്റിൻ്റെ പ്രത്യേകതയാണ് പറയുന്നത്. ഈ ഒരു പോയിൻറ്റിൽ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആണ്, പക്ഷേ ആക്സിലറേഷൻ എത്രയാണ് അവിടെ, ആക്സിലറേഷൻ ഉണ്ട്, ആക്സിലറേഷൻ ≠0 അല്ലേ. ആക്സിലറേഷൻ എത്രയാണ് അവിടെ, ജി ആണ്, അല്ലെങ്കിൽ -g ആണെന്ന് പറയാം. അപ്പോൾ വെലോസിറ്റി 0 ആവുന്നു, ഒരു കേസായിട്ട് നമുക്ക് പറയാം കേട്ടോ, ഒരു സ്പെഷ്യൽ കേസായിട്ട് നമുക്ക് ഇവിടെ പറയാം. വെലോസിറ്റി 0, ആക്സിലറേഷൻ ≠0. ഇങ്ങനൊരു കേസിന് എക്സാമ്പിൾ ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം, ടോപ്പ് മോസ്റ്റ് പോയിൻ്റ് ഓഫ് വെർട്ടിക്കലി ത്രോൺ ഒബ്ജക്റ്റ്, ടോപ്പ് മോസ്റ്റ് പോയിൻ്റ് ഓഫ് വെർട്ടിക്കലി ത്രോൺ ഒബ്ജക്റ്റ്. അപ്പോൾ അതിന് എക്സാമ്പിളായിട്ട് പറയാം കേട്ടോ. യെസ്, റൈറ്റ്. അങ്ങനത്തെ ക്വസ്റ്റ്യൻ നമുക്ക് വരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ അവിടേക്ക് വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. റെഡിയാണല്ലോ? 5ാമത്തെ ക്വസ്റ്റ്യൻ, ആൻ അത്ലറ്റ് പ്രൊജക്റ്റ് ജാവലിൻ. ഒരു അത്ലറ്റ് എന്ത് ചെയ്യുന്നു, ജാവലിൻ പ്രൊജക്റ്റ് ചെയ്യുന്നു. അങ്ങനെ വെച്ചാൽ മാക്സിമം, അപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും ആംഗിൾ എത്രയാണ്, θ = 45 ഡിഗ്രി. പക്ഷേ അതല്ല ക്വസ്റ്റ്യൻ. മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ചിൽ നിന്ന് കണ്ടപ്പോൾ θ 45 എന്ന് വന്നിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇവിടെ പറയുന്നുണ്ട്, ചോദ്യത്തിൽ എന്താ ഉള്ളത്, ഓപ്ഷനുള്ളത് ഹൊറിസോണ്ടൽ വെലോസിറ്റിയും വെർട്ടിക്കൽ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ ഒന്ന് ഗ്രേറ്റർ ദാൻ ആണെന്ന് പറയുന്നുണ്ട്. ഹൊറിസോണ്ടൽ വെലോസിറ്റി വെർട്ടിക്കൽ വെലോസിറ്റിനേക്കാളും കൂടുതലാണ്. രണ്ടാമത്തേൽ വെർട്ടിക്കൽ വെലോസിറ്റി എന്താണ്, ഹൊറിസോണ്ടൽ വെലോസിറ്റിനേക്കാൾ കൂടുതലാണ്. അടുത്തതിൽ ഈക്വലാന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം, എന്താണ് ഈ ഹൊറിസോണ്ടൽ വെലോസിറ്റി, വെർട്ടിക്കൽ വെലോസിറ്റി. നിങ്ങൾക്കറിയാലോ, ഒരു പ്രൊജക്റ്റൈൽ മോഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ഇവിടെ നിന്ന് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്ന വെലോസിറ്റിയാണ് എന്ത്, യു. നമുക്കതിന് 2 കമ്പോണൻ്റ് ആക്കാം. അവിടെ പ്രൊജക്റ്റിംഗ് ആംഗിൾ θ ഉണ്ടെങ്കിൽ അതിന് 2 കമ്പോണൻ്റ് ആക്കാം. ഇത് യു കോസ് θ, മുകളിലേക്കുള്ളത് യു സൈൻ θ, y ആക്സിലുള്ളത് യു സൈൻ θ. ഇതിനെ വിളിക്കുന്ന പേരാണ് ഹൊറിസോണ്ടൽ വെലോസിറ്റി. ഹൊറിസോണ്ടൽ വെലോസിറ്റി ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, മുകളിലേക്കുള്ളതിനെ വിളിക്കുന്ന പേരാണ് വെർട്ടിക്കൽ വെലോസിറ്റി. നമുക്ക് θ 45 ഡിഗ്രി ആണെങ്കിൽ u × cos 45 = എന്താണ്, u × 1/√2 എന്നല്ലേ വരിക. അതേമാതിരി u × sin 45 എന്ന് പറയുമ്പോൾ u × 1/√2. അപ്പോൾ ഇത് 2 ഈക്വൽ ആയിട്ടല്ലേ വരുന്നത് അല്ലേ. ഹൊറിസോണ്ടൽ വെലോസിറ്റിയും വെർട്ടിക്കൽ വെലോസിറ്റിയും എന്താണ്, ഈക്വൽ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ കേസിൽ എന്താണ്, വെർട്ടിക്കൽ വെലോസിറ്റി ആൻഡ് ഹൊറിസോണ്ടൽ വെലോസിറ്റി ആർ ഈക്വൽ. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. 6ാമത്തത്, ആൻ ഒബ്ജക്റ്റ് ട്രാവൽ ഇൻ ദ ഡയറക്ഷൻ ഓഫ്. ഒരു ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യുന്നതിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും, ഇതിൻ്റെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വെച്ചാൽ മതി. 7ാമത്തെ ക്വസ്റ്റ്യൻ, ഡയമെൻഷണൽ ഫോർമുല ഓഫ് ഫോഴ്സ് എല്ലാവർക്കും അറിയാം. എന്താ, mLT⁻². ഡയമെൻഷണൽ ഫോർമുല ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് mLT⁻². മറക്കാൻ പാടില്ല കേട്ടോ. ഓക്കെ, 2 വർഷത്തെ പ്രീവിയസ് ഇയർ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദെൻ അടുത്തത് കുറച്ചുകൂടി 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോവാം. ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക്, പ്രീവിയസ് ആയിട്ട് ബോർഡ് എക്സാമിനൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ള പാറ്റേണിലുള്ള ക്വസ്റ്റ്യനാണ് കേട്ടോ പറയുന്നത്. 1ാമത്തെ ക്വസ്റ്റ്യൻ, 1 ആംസ്ട്രോങ് = എത്രയാണ്. യെസ്, 1 ആംസ്ട്രോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻⁻10 മീറ്റർ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, സ്മോളസ്റ്റ് പ്രാക്ടിക്കൽ യൂണിറ്റ് ഓഫ് ലെങ്ത്ത്. ലെങ്ത്തിൻ്റെ ഏറ്റവും ചെറിയ പ്രാക്ടിക്കൽ യൂണിറ്റ്, സ്മോളസ്റ്റ് യൂണിറ്റ് അല്ല ചോദിച്ചത്, പ്രാക്ടിക്കൽ യൂണിറ്റ് ഓഫ് ലെങ്ത്ത് എന്ന് പറയുന്നത് ഫെർമി മീറ്റർ ആണ്. ഫെർമി മീറ്റർ, അത് നമ്മൾ FM എന്നാണ് എഴുതുക. 10⁻⁻15 മീറ്റർ ആണ് എന്ത്, 1 FM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളത് ന്യൂക്ലിയർ റേഡിയസ് ഒക്കെ മെഷർ ചെയ്യാനാണ് ആ ഒരു
എലമെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു മെഷർമെൻറ്റ് യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ട്രൂ ഓർ ഫോൾസ് ആണ് ചോദിക്കുന്നത്. ട്രൂ ഓർ ഫോൾസ്. ഇലാസ്റ്റോമർ ഡു നോട്ട് ഒബേ ഹൂക്സ് ലോ. എന്താണ് ഹൂക്സ് ലോ പറയുന്നത്? ഹൂക്സ് ലോ പറയുന്നത് വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ അല്ലേ. ഹൂക്സ് ലോൻ്റെ ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു സ്ട്രെയിറ്റ് ലൈനാണ് കിട്ടുക. വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ്സും സ്ട്രെയിനും എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. എന്നാൽ നമ്മുടെ ഇവിടുത്തെ മെറ്റീരിയൽ ഏതാണ്? ഇവിടുത്തെ നമ്മുടെ മെറ്റീരിയൽ ഇലാസ്റ്റോമർ അല്ലേ. ഇലാസ്റ്റോമറിൻ്റെ പ്രത്യേകത എന്താ? ഇലാസ്റ്റോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ സ്ട്രെസ് കൊടുക്കുമ്പോൾ, സ്മോൾ സ്ട്രെസ്സ് കൊടുക്കുമ്പം തന്നെ എന്ത് ചെയ്യുന്നു? ലാർജ് സ്ട്രെയിൻ കാണിക്കുന്ന ആൾക്കാരാണ് ഇലാസ്റ്റോമർ. അപ്പോൾ ഇവരുടെ ഗ്രാഫ് വരച്ചാൽ എങ്ങനെ ഉണ്ടാവുമെന്നറിയോ? ഇലാസ്റ്റോമറിൻ്റെ ഗ്രാഫ് വരച്ച് പഠിക്കുന്നത് നല്ലതാണ്. ഇലാസ്റ്റോമറിൻ്റെ ഗ്രാഫ് നമ്മൾ വരച്ച് കഴിഞ്ഞാൽ, സ്ട്രെസ് സ്ട്രെയിൻ കർവ് വരച്ച് കഴിഞ്ഞാൽ ഇതുപോലെയാണ് ഉണ്ടാവുക. സ്ട്രെസ്സ് സ്ട്രെയിൻ. ഓക്കെ, ഇവിടെ ലീനിയർ ആണോ? ഹൂക്സ് ലോ ഒബേ ചെയ്യുന്നുണ്ടോ? ഇല്ല. ഡസ് നോട്ട് ഒബേ ഹൂക്സ് ലോ. ഹൂക്സ് ലോ എന്ത് ചെയ്യുന്നില്ല? ഒബേ ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇത് ട്രൂ ഓർ ഫോൾസ് എന്നല്ല ചോദിച്ചത്. ഡസ് നോട്ട് ഒബേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ആൻസർ ട്രൂ അല്ലേ. ദിസ് ഈസ് ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ പോയിൻ്റ് അറ്റ് വിച്ച് ദ ഹോൾ മാസ് ഓഫ് ബോഡി ഈസ് കോൺസെൻട്രേറ്റഡ്. ഒരു ബോഡിയുടെ കംപ്ലീറ്റ് മാസും കോൺസെൻട്രേറ്റ് ചെയ്ത് കിടക്കുന്ന ആ പോയിന്റിന് നമ്മൾ വിളിക്കുന്ന പേരായിരുന്നു എന്ത്? സെൻറ്റർ ഓഫ് മാസ്. സെൻറ്റർ ഓഫ് മാസ്. മറക്കല്ലേ, സെൻറ്റർ ഓഫ് മാസ്. അടുത്ത ചോദ്യം, ദ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഫ്രം ലിക്വിഡ് ടു സോളിഡ്. ലിക്വിഡ് സോളിഡായിട്ട് മാറുന്നു. ലിക്വിഡ് സോളിഡായിട്ട് മാറുന്നു. ആ കണ്ടീഷൻ നമ്മൾ വിളിച്ച പേരായിരുന്നു എന്ത്? അല്ലേ, സോളിഡായിട്ട് മാറുന്ന ആ ഒരു ഭാഗം, അത് നമ്മൾ വിളിച്ച പേര് ഫ്യൂഷൻ അല്ലേ. ഫ്യൂഷൻ. ആ പേരുകൾ മറക്കല്ലേ, ഫ്യൂഷൻ. തിരിച്ചാണെങ്കിലോ, സോളിഡ് ലിക്വിഡായിട്ട് മാറുകയാണെങ്കിലോ നമ്മൾ മെൽറ്റിംഗ് എന്നാ വിളിക്കുക. ഇനി ലിക്വിഡ് ഗ്യാസായിട്ട് മാറാം. ലിക്വിഡ് ഗ്യാസായിട്ട് മാറുന്നു. ഗ്യാസ് തിരിച്ചെന്തായിട്ട് മാറും? സോളിഡായിട്ട് മാറും. അതിൻ്റെ പേരെന്തായിരുന്നു? ഇത് വേപ്പറൈസേഷൻ അല്ലേ. വേപ്പറൈസേഷനും കണ്ടൻസേഷനും. വേപ്പറൈസേഷൻ, കണ്ടൻസേഷൻ. ഇതിനൊക്കെ എക്സാമ്പിൾ പഠിച്ചു വെക്കണേ. അതുപോലെ സോളിഡ് ഡയറക്റ്റായിട്ട് ഗ്യാസായിട്ട് മാറുന്നു. ഇതിൻ്റെ പേരെന്തായിരുന്നു? സബ്ലിമേഷൻ. ഈ പ്രോസസ്സിൻ്റെ പേര് സബ്ലിമേഷൻ. സബ്ലിമേഷൻ എക്സാമ്പിളായിരുന്നു ഡ്രൈ ഐസ്, സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ്, അതുപോലെ തന്നെ ക്യാംഫറൊക്കെ എൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം. റൈറ്റ്. അപ്പോൾ കൂടെ ഞാൻ കുറച്ച് അഡീഷണൽ ഫാക്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ, ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കുറച്ച് യൂണിറ്റുകൾ പഠിക്കാം. ഈ വർഷം നിങ്ങൾ യൂസ് ചെയ്യുന്ന കംപ്ലീറ്റ് അത്യാവശ്യം ചോദിക്കാൻ സാധ്യതയുള്ള പുതുതായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുള്ള ക്വാണ്ടിറ്റീസിൻ്റെ യൂണിറ്റുകൾ നമുക്ക് നോക്കാം. ഒന്നാമത്തത് സോളിഡ് ആംഗിൾ. സോളിഡ് ആംഗിളുടെ സ്റ്റെറിഡിയൻ ആണ്. യെസ്. ലൂമിനസ് ഇൻറ്റൻസിറ്റിയുടേത് കാൻഡില. റെഡി. വർക്ക് അല്ലെങ്കിൽ എനർജിയുടേത് ജൂള്. പവറിൻ്റെത് വാട്ട് അല്ലേ, വാട്ട്. ദെൻ റിലേറ്റീവ് ഡെൻസിറ്റി, അതുപോലെ തന്നെ സ്ട്രെയിൻ. ഇവർക്ക് രണ്ടുപേർക്ക് എന്തില്ല? യൂണിറ്റ് ഇല്ല. ഓർത്ത് വെക്കണേ, ഇവർക്ക് രണ്ടുപേർക്ക് എന്തില്ല? യൂണിറ്റ് ഇല്ല. പ്രഷർ, സ്ട്രെസ്സ്, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. പ്രഷർ, സ്ട്രെസ്സ്, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഇവർക്ക് മൂന്ന് പേർക്കും ഒരേ യൂണിറ്റാണ് ന്യൂട്ടൺ മീറ്റർ റേസ് ടു -2 അല്ലെങ്കിൽ പാസ്കൽ. ഇത് രണ്ടിലേതെങ്കിലും ഒരെണ്ണം പറഞ്ഞാൽ മതി. ഓക്കെ, പഠിക്കാൻ എളുപ്പമുണ്ട് അല്ലേ. ഈ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുമ്പോൾ ആരൊക്കെ വരും? യങ്സ് മോഡുലസ്, ബൾക്ക് മോഡുലസ്, റിജിഡിറ്റി മോഡുലസ്. ഓക്കെ അല്ലേ. then അടുത്തത് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്. ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെത് റേഡിയൻ. അതുപോലെ തന്നെ ആംഗുലാർ വെലോസിറ്റിയുടേത് റേഡിയൻ പെർ സെക്കൻഡ്. ആക്സലറേഷൻ ആകുമ്പോൾ റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ. അടുത്തത് ടോർക്കിൻ്റെത് ന്യൂട്ടൺ മീറ്റർ. മൊമെൻറ്റത്തിൻ്റെത് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെത് കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. മീറ്റർ സ്ക്വയർ സെക്കൻഡ് റേസ് ടു -1. യെസ്. അടുത്തത് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. കിലോഗ്രാം മീറ്റർ സ്ക്വയർ. മൊമെൻറ്റ് ഓഫ് ഇനേഷ്യയുടെ ഇക്വേഷൻ ഓർക്കണം, I=mr² അല്ലേ. അതുപോലെ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരെണ്ണമാണ് സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് ന്യൂട്ടൺ മീറ്റർ റേസ് ടു -1. ഈ സർഫസ് ടെൻഷനും സെയിം ആണ് കേട്ടോ. സർഫസ് ടെൻഷനും അതുപോലെ തന്നെ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റിനും ഒരേ യൂണിറ്റ്, ഒരേ ഡയമെൻഷൻ, ഒരേ യൂണിറ്റും ആയിരിക്കും വരിക. ന്യൂട്ടൺ മീറ്റർ റേസ് ടു -1. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റിൻ്റെത് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ കിലോഗ്രാം റേസ് ടു -2. വിസ്കോസിറ്റിയുടേത് പോയ്സെല്ലി ആണ് എൻ്റെ സ്റ്റാൻഡേർഡ് SI യൂണിറ്റ്, അല്ലെങ്കിൽ പാസ്കൽ സെക്കൻഡ് എന്ന് പറഞ്ഞാലും മതി. ഓക്കെ, സർഫസ് ടെൻഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ അല്ലേ. റെഡി. നെക്സ്റ്റ് വൺ, ഹീറ്റ് കപ്പാസിറ്റി എന്ന് മാത്രമാണെങ്കിൽ ജൂൾ കെൽവിൻ ഇൻവേഴ്സ്.
സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആണെങ്കിൽ ജൂൾ കെ ജി ഇൻവേഴ്സ് കെൽവിൻ ഇൻവേഴ്സ്. മോളാർ ഹീറ്റ് കപ്പാസിറ്റി ആണെങ്കിൽ ജൂൾ മോൾ ഇൻവേഴ്സ് കെൽവിൻ ഇൻവേഴ്സ്. ലാറ്റൻ ഹീറ്റ് ആണെങ്കിൽ ജൂൾ കെ ജി ഇൻവേഴ്സ്. തെർമൽ കണ്ടക്ടിവിറ്റി ജൂൾ സെക്കൻഡ് ഇൻവേഴ്സ് മീറ്റർ ഇൻവേഴ്സ് കെൽവിൻ ഇൻവേഴ്സ്. വെയിൻസ് കോൺസ്റ്റൻ്റ് ഇത് മീറ്റർ കെൽവിൻ. സ്റ്റെഫാൻസ് കോൺസ്റ്റൻറ്റ് ചോദിക്കാറുണ്ട്, വാട്ട് മീറ്റർ റേസ് ടു -2 കെൽവിൻ റേസ് ടു -4. ഇത്രയാണ് നിങ്ങൾക്ക് സെക്കൻഡ് ടേമിൽ വരുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീസും അതിൻ്റെ യൂണിറ്റുകളും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എന്തായാലും ചോദിക്കും. അപ്പോൾ ഈ ഭാഗമുണ്ടല്ലോ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് സർഫസ് ടെൻഷൻ്റെയൊക്കെ യൂണിറ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ, ചിലപ്പോൾ ഇത്തവണ അതായിരിക്കും ചോദിക്കുക. യെസ്, ക്ലിയർ ആണെന്ന് വിചാരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ വിസ്കോസിറ്റിയുടെ യൂണിറ്റും ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെക്കണം. ക്ലിയർ ആണെന്ന് വിചാരിക്കണം. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫ്രീ ഫാൾ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. ഫ്രീ ഫാൾ എന്ന് പറയുന്നത് ഏത് തരം മോഷനാണ്? ഡാഷ് മോഷൻ എന്നല്ല ചോദിച്ചിട്ടുള്ളത്. ഫ്രീ ഫാൾ എന്ന് പറയുന്നത് യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ്റെ എക്സാമ്പിളാണ്. ഫ്രീ ഫാൾ എന്ന് പറയുന്നത് യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ. പലരും യൂണിഫോം മോഷൻ എഴുതും, തെറ്റാണ്. യൂണിഫോം ആക്സിലറേറ്റഡ് മോഷനാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡ്രോ എക്സ് ടി അല്ലെങ്കിൽ ഓർ വി ടി ഓർ എ ടി ഗ്രാഫ് ഓഫ് ഫ്രീലി ഫാളിംഗ് ബോഡി. ഇതിലേതെങ്കിലും ഒരെണ്ണം വരയ്ക്കാനാണ് ചോദിക്കുക. നമുക്ക് മൂന്നും അങ്ങ് വരച്ച് നോക്കാം. ഇപ്പോൾ എക്സ് ടി ഗ്രാഫാണ് വരയ്ക്കുന്നതെന്ന് വിചാരിക്കാം. ഫ്രീലി ഫാളിംഗ് ബോഡിയുടെ എക്സ് ടി ഗ്രാഫ് നെഗറ്റീവ് ഡയറക്ഷനിലായതുകൊണ്ടാണ് താഴേക്ക് വരയ്ക്കുന്നത്. എക്സ് ടി ഗ്രാഫ് ഈ ഷേപ്പിലായിരിക്കും ഉണ്ടാവുക, യൂണിഫോം ആക്സിലറേഷൻ അല്ലേ. വി ടി ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് അഗെയിൻ ഇതുപോലെയാണ് ഉണ്ടാവുക. ദെൻ എ ടി ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് കോൺസ്റ്റൻറ്റ് ആക്സിലറേഷൻ അല്ലേ, യൂണിഫോം ആക്സിലറേഷൻ അല്ലേ. അപ്പോൾ ഇതുപോലെയാണ് ഉണ്ടാവും. അപ്പോൾ 3 ഗ്രാഫുകൾ നോക്കി വെക്കുക, ഏതെങ്കിലും ഒരെണ്ണം വരയ്ക്കാൻ ചോദിക്കാറുണ്ട്. അടുത്ത ചോദ്യം എന്താണ്? അടുത്ത ചോദ്യം വരുന്നത്, വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് ബോഡി അറ്റ് സെൻറ്റർ ഓഫ് എർത്ത്? എന്താ വെയിറ്റിൻ്റെ ഇക്വേഷൻ? W=mg ആണ്. ദെൻ അറ്റ് സെൻറ്റർ ഓഫ് എർത്തിൽ ജിയുടെ വാല്യൂ എത്രയാണ്? ജി അറ്റ് സെൻറ്റർ ഓഫ് എർത്ത് GD=3 ആണ്, 0 ആണ് വരിക. അപ്പോൾ W=m×0 എന്ന് പറയുമ്പോൾ ടോട്ടൽ എന്തായിട്ട് മാറി? 0 ആയിട്ട് മാറി, 0 ന്യൂട്ടൺ. ഓക്കെ, 0 ന്യൂട്ടൺ ആണ് സെൻറ്റർ ഓഫ് എർത്തിൻ്റെ സെൻറ്ററിൽ ബോഡിയുടെ വെയിറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, നാലാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് റെസിപ്രോക്കൽ ഓഫ് ബൾക്ക് മോഡുലസ്? ബൾക്ക് മോഡുലസിൻ്റെ റെസിപ്രോക്കലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കംപ്രസിബിലിറ്റി. പഠിച്ചു വെക്കുക, കംപ്രസിബിലിറ്റി ചോദിക്കാറുണ്ടേ. യെസ്, അങ്ങനെ വെച്ചാൽ കംപ്രസിബിലിറ്റിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? കംപ്രസിബിലിറ്റിയുടെ യൂണിറ്റ് ഒന്ന് പറഞ്ഞു നോക്കി, എന്തായിരിക്കും കംപ്രസിബിലിറ്റിയുടെ യൂണിറ്റ് വരാം? ന്യൂട്ടൺ റേസ് ടു, മറ്റെന്തായിരുന്നു? ന്യൂട്ടൺ മീറ്റർ റേസ് ടു -2. അപ്പോൾ ന്യൂട്ടൺ റേസ് ടു -1 മീറ്റർ സ്ക്വയർ കംപ്രസിബിലിറ്റിയുടെ യൂണിറ്റാണ് ഇത്, ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. അടുത്തത് പ്യുർ വാട്ടറിൻ്റെ ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് എത്രയാണ്? ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് ഓഫ് പ്യുർ വാട്ടർ എന്ന് പറയുന്നത് 0 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അടുത്ത ആറാമത്തെ ചോദ്യം, അറ്റ് വാട്ട് ടെമ്പറേച്ചർ ദ ഡിഗ്രി സെൽഷ്യസ് സ്കെയിൽ ബിക്കം ഈക്വൽ ടു ഫാരൻഹീറ്റ് സ്കെയിൽ? ഏത് ടെമ്പറേച്ചറിലാണ് ഡിഗ്രി സെൽഷ്യസ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും ഈക്വലായിട്ട് മാറും? നമ്മുടെ കയ്യിൽ കൺവേർഷൻ ഇക്വേഷൻ ഉണ്ട്. എന്താ? TF-32 ഡിവൈഡഡ് ബൈ 180 ഫാരൻഹീറ്റ് സ്കെയിലിൻ്റെത്, TC -0 ഡിവൈഡഡ് ബൈ 100. ഇത് രണ്ടും ഈക്വലാണെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ നമുക്ക് രണ്ടിനെയും എന്ത് വിളിക്കാം? ടി എന്ന് വിളിക്കാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? രണ്ടിനെയും ടി എന്നാക്കുന്നു. അപ്പോൾ ടി എഫിനെയും ടി സിനെയൊക്കെ എന്ത് വിളിക്കാം? TF=TC=T എന്ന് വിളിക്കാം. അപ്പോൾ T-32 ഡിവൈഡഡ് ബൈ 180 T ഡിവൈഡഡ് ബൈ 100. രണ്ട് സൈഡിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? 0 ക്യാൻസൽ ചെയ്യുന്നു. ഓക്കെ, റീഅറേഞ്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആൻസർ കിട്ടുക 10T - 320 അല്ലേ. 10T മൈനസ് സൈഡിൽ എഴുതുന്നുണ്ട് 10T മൈനസ് ഇത് ഇങ്ങോട്ട് എടുക്കുന്നതാണ്, 10നെ ഇങ്ങോട്ട് എടുക്കുക. അതുപോലെ തന്നെ 18 ഇങ്ങോട്ട് എടുക്കുക. 10T - 320 = 18T. ഒന്നുകൂടി റീഅറേഞ്ച് ചെയ്യുക. +10T അങ്ങോട്ട് പോകുമ്പോൾ -10T ആയിട്ട് മാറും. അപ്പോൾ എന്ത് കിട്ടും? 8T = -320 അല്ലേ. അപ്പോൾ T = -320 ഡിവൈഡഡ് ബൈ 8 -40. അപ്പം ഇങ്ങനെ പറഞ്ഞൂടെ? അപ്പോൾ നമുക്ക് എന്ത് പറയാം? -40 ഡിഗ്രി സെൽഷ്യസ് -40 ഡിഗ്രി ഫാരൻഹീറ്റ്. അപ്പോൾ -40 ഡിഗ്രിയിലാണ് എന്ത് സംഭവിക്കുന്നത്? ഡിഗ്രി സെൽഷ്യസ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും എന്തായിട്ട് മാറുന്നത്? ഈക്വൽ ആവുന്നത്. അപ്പോൾ വാല്യൂ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. യെസ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെയിം ദ ക്വാണ്ടിറ്റി ഹാവിങ് സെയിം യൂണിറ്റ് സെയിം ഡയമെൻഷൻ. ഒരേ യൂണിറ്റ് ഒരേ ഡയമെൻഷനുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഒരേ യൂണിറ്റ് ഒരേ ഡയമെൻഷൻ.
നമുക്ക് അതിൽ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും 2 പേര് പഠിച്ചു വെക്കുക. ഒന്ന് വർക്ക് എനർജി, ഒരേ യൂണിറ്റ് ഒരേ ഡയമെൻഷനാണ്. അതേപോലെ പ്രഷർ സ്ട്രെസ്സ് ഒരേ യൂണിറ്റ് ഒരേ ഡയമെൻഷനല്ലേ. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും 1-2 പേര് പഠിച്ചു വെച്ചാൽ മതി. അപ്പം then അടുത്തത് നോ യൂണിറ്റ് നോ ഡയമെൻഷൻ. യൂണിറ്റും ഇല്ല ഡയമെൻഷനും ഇല്ല. അതിന് എക്സാമ്പിളാണ് സ്ട്രെസ് അല്ല സ്ട്രെയിൻ. സ്ട്രെസ്സിന് ഡയമെൻഷൻ ഉണ്ട്. സ്ട്രെയിന് റിലേറ്റീവ് ഡെൻസിറ്റി, അതുപോലെ തന്നെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? നോ യൂണിറ്റ് നോ ഡയമെൻഷനാണ്. ഇനി അടുത്ത നോ യൂണിറ്റ് ഹാവിങ് നോ ഡയമെൻഷൻ ബട്ട് ഹാവിങ് യൂണിറ്റ്. ഡയമെൻഷൻ ഇല്ല പക്ഷേ എന്തുണ്ട്? യൂണിറ്റ് ഉണ്ട്. അതിന് എക്സാമ്പിളാണ് പ്ലെയിൻ ആംഗിള്, സോളിഡ് ആംഗിളൊക്കെ കേട്ടോ. യെസ്. ഇനി ചിലപ്പോൾ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലോ, അടുത്തൊരു ക്വസ്റ്റ്യൻ കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നമുക്ക് അഡീഷണലായിട്ട് പറയാം. ഇങ്ങനെയാണ് ചോദിക്കുന്നതെന്ന് വിചാരിക്കാം. നോ യൂണിറ്റ് ബട്ട് ഡയമെൻഷൻ. യൂണിറ്റ് ഇല്ല പക്ഷേ ഡയമെൻഷൻ ഉണ്ട്. അങ്ങനെ എന്തുണ്ടാവില്ല? അങ്ങനെ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി പോസിബിൾ ആവില്ല. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ നോക്കി, ഇതിനകത്ത് പോസിബിളായിട്ട് വരുന്നത് ഇത് പോസിബിളാണ്, ഇത് പോസിബിളാണ്, ഇത് പോസിബിളാണ്. പക്ഷേ ഈ ലാസ്റ്റ് പറഞ്ഞേക്കുന്ന ഈ ക്വാണ്ടിറ്റി ഈ പരിപാടി എന്തല്ല? പോസിബിൾ അല്ല. അപ്പോൾ ശ്രദ്ധിക്കണേ. അടുത്ത ചോദ്യം നോക്കിക്കോളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. കറണ്ട് ഈസ് എ ഡാഷ് ക്വാണ്ടിറ്റി. കറണ്ട് എന്ന് പറയുന്നത് ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ സ്പീഡോമീറ്റർ ഓഫ് കാർ മെഷേഴ്സ്. കാറിൻ്റെ സ്പീഡോമീറ്റർ എന്താണ് മെഷർ ചെയ്യുന്നത്? ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡായിരിക്കും മെഷർ ചെയ്യുക. വെറും സ്പീഡെന്ന് പറയേണ്ട, ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് എന്ന് പറയുന്നതാണ് കറക്റ്റ്. അടുത്തത് വാല്യൂ ഓഫ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മാക്സിമം അറ്റ് ഡാഷ്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മാക്സിമം ആവുന്ന എവിടെയായിരിക്കും എന്നറിയോ? സർഫസിലായിരിക്കും. മാക്സിമം ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക സർഫസിൽ. പിന്നെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണ് വരിക? ജിയുടെ വേരിയേഷൻ ഓഫ് ജി വിത്ത് ഡെപ്ത് ആൻഡ് ഹൈറ്റിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഇതുപോലെ ഉണ്ടാവുക. ഇവിടെ R, ഇവിടെ ജിയുടെ വേരിയേഷൻ. മാക്സിമം വാല്യൂ വരുന്നത് സർഫസിൽ. R = ക്യാപിറ്റൽ ലെറ്റർ R ആവുന്ന സമയത്താണ് ജീൻ്റെ വാല്യൂ എന്താവുന്നത്? മാക്സിമം ആവുന്നത്. ഇനി എർത്തിൻ്റെ ഷേപ്പ് ജിയോയിഡ് ഷേപ്പാണ്. ഇത് ഇക്വേറ്ററാണ്, ഇത് പോളാണ്. ഓക്കെ. അപ്പം പോളുള്ളത് GP എന്ന് വിളിക്കാം, ഇക്വേറ്ററിൽ G എന്ന് വിളിക്കാം. അപ്പം നമുക്ക് ഇങ്ങനെയും പറയാം, GP ഗ്രേറ്റർ ദാൻ എന്താണ്? GE. സർഫസിൽ തന്നെ മാക്സിമം വരുന്ന എവിടെയാണ്? പോളിൽ. ഇക്വേറ്ററിൽ കുറവാണ്. യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് കൺസേർവ്ഡ് ഇൻ ഓൾ ടൈപ്പ് ഓഫ് കൊളീഷൻ. എല്ലാ ടൈപ്പ് കൊളീഷനിലും കൺസർവ് ചെയ്യുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ലീനിയർ മൊമെൻറ്റം. ഇലാസ്റ്റിക് കൊളീഷൻ ആയാലും ഇനിലാസ്റ്റിക് കൊളീഷൻ ആണെങ്കിലും ലീനിയർ മൊമെൻറ്റം എന്തായിരിക്കും? കൺസേർവ്ഡ് ആയിരിക്കും. അടുത്തത് റേഡിയസ് ഓഫ് കാപ്പിലറി ട്യൂബ് ഈസ് ഡബിൾഡ്, ഹൈറ്റ് ഓഫ് കാപ്പിലറി റൈസ് വിൽ ബി. അല്ലെങ്കിൽ ഹൈറ്റ് ഓഫ് കാപ്പിലറി റൈസ് വിൽ ബി. ഒരു കാപ്പിലറി ട്യൂബിൻ്റെ റേഡിയസ് ഡബിൾ ആക്കിയാൽ ഹൈറ്റിന് എന്ത് സംഭവിക്കും? അപ്പോൾ എച്ചിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. H = 2s cos θ / r ρg. അപ്പോൾ നമ്മൾ എച്ചും ആറും തമ്മിൽ എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അപ്പോൾ നോക്കി, റേഡിയസ് എന്തായിട്ടുണ്ട്? ഡബിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ R എന്ന് പറയുന്ന ഈ ക്വാണ്ടിറ്റി എന്തായിട്ടുണ്ട്? 2r ആയിട്ടുണ്ട്. അപ്പോൾ H പ്രൊപ്പോർഷണൽ ടു 1/2r അല്ല, H' പുതിയ ഹൈറ്റ് H' എന്ന് വിളിക്കാം. H' പ്രൊപ്പോർഷണൽ എന്താണ്? 2r. യെസ്. R 2r ആകുമ്പോൾ H എന്തായിട്ടുണ്ട്? H' ആയിട്ടുണ്ട്. അപ്പോൾ H' പ്രൊപ്പോർഷണൽ 2/r. അപ്പോൾ H' പ്രൊപ്പോർഷണൽ ടു ഈ 1/r എന്ന് പറയുന്ന സാധനം എന്താ? ഇതിനകത്ത് ഈ 1/r എന്ന് പറയുന്നത് Hന് പ്രൊപ്പോർഷണൽ അല്ലേ. അപ്പം H ഇതിന് നമുക്ക് എന്ത് വിളിക്കാം? H എന്ന് വിളിക്കാം. 1/r നമുക്ക് H എന്ന് വിളിക്കാം. ബൈ എന്തുണ്ട്? 2 ഉണ്ട്. അപ്പോൾ H എന്തായിട്ട് മാറി? പകുതിയായിട്ട് മാറി. ഇപ്പോൾ റേഡിയസ് ഡബിൾ ആയപ്പോൾ ഹൈറ്റ് എന്തായിട്ട് മാറിയിട്ടുണ്ട്? ഹാഫായിട്ട് മാറിയിട്ടുണ്ട്. ഹാഫ്ഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ഏരിയ അണ്ടർ VT ഗ്രാഫ് എന്ന് പറയുന്നത് എന്താണ്? ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഓക്കെ. VT ഗ്രാഫിൻ്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കും. 2 വെക്റ്റേഴ്സ് പാരലലാണ്. അങ്ങനെയാണെങ്കിൽ ക്രോസ് പ്രോഡക്റ്റ് എന്താ? നമുക്കറിയാലോ, I × I സെയിം വെക്റ്റേഴ്സ് 0 അല്ലേ കിട്ടുക. J × J 0 ആണ്. അതുപോലെ തന്നെ K × K എന്താണ്? 0 ആണ്. A × A എന്താണ്? 0 ആണ്. എന്ന് വെച്ചാൽ സൈൻ തീറ്റ അല്ലേ. A × A എന്ന് പറയുമ്പോൾ എന്താ വരിക? A സൈൻ തീറ്റ. തീറ്റ = 0 ഡിഗ്രി എടുത്ത് നോക്ക്. അപ്പോൾ തീറ്റ 0 ആണെങ്കിൽ സൈൻ തീറ്റ എന്താ വരിക? സൈൻ 0 തന്നെ വരിക. അപ്പം മൊത്തത്തിൽ എന്തായിട്ട് മാറി? 0 ആയിട്ട് മാറി. അപ്പം ക്രോസ് പ്രോഡക്റ്റ് എന്തായിരിക്കും? 0. പാരലൽ ആണെങ്കിൽ കേട്ടോ. ഇനി പെർപെൻഡിക്കുലർ ആയിരുന്നു ഈ ക്വസ്റ്റിനകത്തെങ്കിലോ? ഈ ക്വസ്റ്റിനകത്ത് ഇങ്ങനെ പെർപെൻഡിക്കുലർ എന്ന് പറയായിരുന്നെങ്കിലോ?
പെർപെൻഡിക്കുലർ ആയിരുന്നെങ്കിൽ ക്രോസ് പ്രോഡക്റ്റ് എന്തായിരിക്കും, മാക്സിമം ആയിരിക്കും, അല്ലെങ്കിൽ എ സ്ക്വയർ ആയിരിക്കും അല്ലേ. എ ക്രോസ് എ ഈക്വൽ ടു എന്തായിരിക്കും, എ സ്ക്വയർ ആയിരിക്കും. അങ്ങനെ പെർപെൻഡിക്കുലർ ആകുമ്പോൾ തീറ്റയുടെ വാല്യൂ 90 ഡിഗ്രിയാണ് അല്ലേ. പെർപെൻഡിക്കുലർ ആകുമ്പോൾ തീറ്റയുടെ വാല്യൂ 90, അപ്പോൾ സൈൻ തീറ്റ എന്തായിരിക്കും, 1 ആയിരിക്കും കിട്ടുക. അപ്പോൾ എ സ്ക്വയർ എന്ന് എടുക്കാം. ഇനി ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി, ഞാൻ കൂടെ പറഞ്ഞു പോയിന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. 2 വെക്ടർ പാരലാണെങ്കിൽ ക്രോസ് പ്രോഡക്റ്റ് എന്തായിരിക്കും, 0 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, എ ബോഡി മൂവിങ് ഇൻ സർക്കുലാർ പാത്ത്. ഒരു ബോഡി എന്ത് ചെയ്യുന്നു, സർക്കുലാർ പാത്തിൽ മൂവ് ചെയ്യുന്നു. വാട്ട് ഈസ് ദ വർക്ക് ഡൺ ബൈ സെൻട്രിപെറ്റൽ ഫോഴ്സ്. സെൻട്രിപെറ്റൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എന്താണ്, എപ്പോഴും ആലോചിക്കുക. ഇതിപ്പോൾ നമ്മുടെ സർക്കുലർ മോഷൻ്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രിപെറ്റൽ ഫോഴ്സ് എങ്ങോട്ടാണ്, സെൻട്രിപെറ്റൽ ഫോഴ്സ് ടുവാർഡ്സ് ദ സെൻറ്റർ. ആ ബോഡിയുടെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയല്ലേ ഉണ്ടാവുക. ഇതാണ് ബോഡിയുടെ വെലോസിറ്റി വെക്ടർ ഉണ്ടാവുക, ഡിസ്പ്ലേസ്മെൻറ്റ് ഇങ്ങോട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഇവർ നമ്മളുടെ ആംഗിൾ, ഡിസ്പ്ലേസ്മെൻറ്റ് എസ് ഇങ്ങോട്ടാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇവർ നമ്മളുടെ ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്, 90 ഡിഗ്രിയാണ്. അപ്പോൾ തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി ആണെങ്കിൽ ഡബ്ല്യു ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, 0. അപ്പോൾ വർക്ക് ഡൺ ബൈ സെൻട്രിപെറ്റൽ ഫോഴ്സ് എപ്പോഴും എന്താണ്, 0. ക്ലിയർ ആണല്ലോ. ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്, പാസ്കൽസ് ലോ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, പ്രിൻസിപ്പിൾ ഓഫ് ഹൈഡ്രോളിക് ലിഫ്റ്റ് പാസ്കൽസ് ലോ. മൂണിൻ്റെ എസ്കേപ്പ് വെലോസിറ്റി 2.3 km/s. ഇപ്പോൾ എർത്തിൻ്റെ ആണ് ചോദിച്ചെങ്കിലോ, എർത്തിൻ്റെ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് 11.2 km/s. രണ്ട് വാല്യൂം പഠിച്ചു വെക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, ഗിവ് എക്സാമ്പിൾ ഓഫ് വെലോസിറ്റി 0 സ്റ്റിൽ ആക്സിലറേറ്റിംഗ്. ഞാൻ നേരത്തെ പറഞ്ഞെന്നല്ല ഒരു കേസ്, വെലോസിറ്റി 0 ആണ് പക്ഷേ ആക്സിലറേഷൻ ഉണ്ട്. ഏതാ എക്സാമ്പിൾ, ഹയസ്റ്റ് പോയിൻറ്റ്. നമ്മൾ ബോഡി എറിഞ്ഞു കഴിഞ്ഞാൽ ഹയസ്റ്റ് പോയിൻറ്റ്, ഒരു ബോഡി വെർട്ടിക്കലി ത്രോൺ ചെയ്ത് കഴിഞ്ഞാൽ ഹയസ്റ്റ് പോയിൻറ്റിൽ വെലോസിറ്റി എന്തായിരിക്കും, 0 ആയിരിക്കും, പക്ഷേ ആക്സിലറേഷൻ എന്താണ്, g ആണ് അല്ലേ. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാം, ആൻസർ ഹയസ്റ്റ് പോയിൻറ്റ് ഓഫ് വെർട്ടിക്കലി ത്രോൺ ഒബ്ജക്റ്റ്, ഹയസ്റ്റ് പോയിൻറ്റ് ഓഫ് വെർട്ടിക്കലി ത്രോൺ ഒബ്ജക്റ്റ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, പ്രൊജക്റ്റൈൽ മോഷൻ്റെ ഹയസ്റ്റ് പോയിൻ്റ് എന്ന് പറയരുത്, വെർട്ടിക്കലി ത്രോൺ ഒബ്ജക്റ്റിന് തന്നെ പറയണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ആക്സിലറേഷൻ പെർപെൻഡിക്കുലർ ടു വെലോസിറ്റി. ആക്സിലറേഷൻ വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലർ ആവുന്ന എപ്പോഴാണ് നോക്ക്. ഇതാണ് നമ്മുടെ സർക്കുലർ മോഷൻ കൺസിഡർ ചെയ്ത് നോക്ക്. 2 പോയിൻ്റ് ഉണ്ട്. അത് ഒന്നാമത്തെ കേസ്, ഇതിന് 2 ആൻസർ പറയട്ടോ. ഒന്നാമത്തെ കേസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഴുതിയാൽ മതി. ആക്സിലറേഷൻ എങ്ങോട്ടാണ്, ഒരു സർക്കുലർ മോഷൻ. ഒന്നാമത്തെ കേസ് സർക്കുലർ മോഷൻ. സർക്കുലർ മോഷനിൽ സെൻറ്ററിലേക്കാണ് ആക്സിലറേഷൻ ഉണ്ടാവുക, സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. വെലോസിറ്റി ഇങ്ങനെയല്ലേ ഉണ്ടാവുക ആ ബോഡിയുടെ. ഇപ്പോൾ നമ്മൾ ആംഗിൾ എത്രയാണ്, 90. ഓക്കെ, അപ്പോൾ ഒന്ന് സർക്കുലർ മോഷൻ എഴുതാം. രണ്ടാമത്തെ കേസ് ഹയസ്റ്റ് പോയിൻറ്റ് ഓഫ് പ്രൊജക്റ്റൈൽ, ഹയസ്റ്റ് പോയിൻറ്റ് ഓഫ് പ്രൊജക്റ്റൈൽ. ഒരു പ്രൊജക്റ്റൈൽ മോഷൻ്റെ ഹയസ്റ്റ് പോയിൻറ്റ് നിങ്ങൾ എടുക്കുക. നോക്കി, ഒരു പ്രൊജക്റ്റൈൽ മോഷൻ നമ്മൾ കൺസിഡർ ചെയ്താൽ ഇതാണ് അതിൻ്റെ ഹയസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത്, ഈ പോയിൻ്റാണ്. ഈ പോയിന്റിൽ അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് യു കോസ് തീറ്റ ആയിരിക്കും. അതിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻ്റ് എന്ന് പറയുന്നത് 0 ആണ്, ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ അപ്പോഴും ആക്സിലറേഷൻ അങ്ങോട്ടാണ്, താഴേക്കാണ്. അപ്പോൾ ഇവർ നമ്മൾ ആംഗിൾ എത്രയാണ്, 90. അപ്പോൾ ഈ 2 കേസ് കേട്ടോ, ഈ 2 കേസും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ആൻസറായിട്ട് പറയാം. ആക്സിലറേഷൻ വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലർ ആവുന്നതിൻ്റെ കേസ് എപ്പോഴാണ്, സർക്കുലർ മോഷനിലും അതുപോലെ തന്നെ ഹയസ്റ്റ് പോയിൻ്റ് ഓഫ് പ്രൊജക്റ്റൈലിലും. വെലോസിറ്റി 0 ആണ് പക്ഷേ എന്താണ്, സ്റ്റിൽ ആക്സിലറേറ്റിംഗ് ആണ്. അതിന് എക്സാമ്പിൾ ഏതാണ്, ഹയസ്റ്റ് പോയിൻ്റ് ഓഫ് പ്രൊജക്റ്റൈൽ മോഷൻ, ഹയസ്റ്റ് പോയിൻ്റ് ഓഫ് ദ വെർട്ടിക്കലി ത്രോൺ ഒബ്ജക്റ്റ്. ക്ലിയർ ആണെന്ന് വിചാരിക്കണം. യെസ്, ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കാം. ഇതിനകത്ത് a+b = a-b. എയും ബിയും ആഡ് ചെയ്തു, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുന്നു. അത് a-b, ബിയും മൈനസ് ചെയ്താൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡിന് എന്താണ്, ഈക്വലാണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ബിറ്റ്വീൻ a and b എത്രയാണെന്നുള്ളതാണ് ചോദ്യം. ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പോൾ a+b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് എടുക്കുമ്പം √a² + b² + 2ab cos θ ആണ്. a-b എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ √a² + b² - 2ab cos θ ആണ്. അപ്പോൾ നോക്കി, ഇവർ തമ്മിൽ എപ്പോഴാണ് ഈക്വൽ ആവുക, രണ്ടും കൂടി കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈക്വൽ ആവുന്ന സമയത്ത് ഈ ഒരു ടേം അതിനകത്ത് ഡിഫറൻ്റ് ആയിട്ട്, ഇവിടെ +2ab cos θ ആണ്, ഇവിടെ -2ab cos θ ആണ്. ഇത് ഉണ്ടാവരുത്, ഈ 2 ടേമും ഉണ്ടാവരുത് എന്ന് പറയുന്നത് എപ്പോഴാണ്, ഇത് രണ്ടും ഉണ്ടാവാതിരിക്കുന്ന സിറ്റുവേഷൻ ഏതാ, യെസ്, ഇത് രണ്ടും ഉണ്ടാവാതിരിക്കുന്നത് തീറ്റ, ഈ ഭാഗം ഉണ്ടാവും. cos θ എന്തായിരിക്കണം, ഈ ഭാഗത്ത് cos θ എന്ന് പറയുന്ന ഈ ഒരു ഭാഗം എന്തായിരിക്കണം, cos θ = 0 ആയിരിക്കണം. cos θ 0 ആവണമെങ്കിൽ തീറ്റയുടെ വാല്യൂ എത്രയാവണം,
90 ഡിഗ്രി ആവണം അല്ല, തീറ്റയുടെ 90 ഡിഗ്രി ആണ്. തീറ്റ 90 ഡിഗ്രി ആണെങ്കിൽ ഈ ടേം ഉണ്ടാവില്ല, അതേമാതിരി ഈ ടേമും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് രണ്ട് ഈക്വൽ അല്ലേ, എ പ്ലസ് ബി എ മൈനസ് ബി ഈക്വൽ ആണ്. അപ്പോൾ ഇവർക്ക് ഇവിടെയുള്ള ആംഗിൾ എത്രയാണ്? തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. ക്ലിയർ ആണല്ലോ. ഒരു ക്വസ്റ്റ്യനും കൂടി നോക്കാം, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ദ റേഷ്യോ ഓഫ് ഷിയർ സ്ട്രെസ് ടു ദ ഷിയർ റേറ്റ്. ഇതൊന്ന് ശ്രദ്ധിച്ച് ആൻസർ ചെയ്യേണ്ട ക്വസ്റ്റ്യനാണ്. ഷിയർ സ്ട്രെസ്സും ഷിയർ റേറ്റും തമ്മിലുള്ള റേഷ്യോ നോക്കി. നിങ്ങൾ ഇങ്ങനെ ഒരു സംഭവം പഠിച്ചിട്ടുണ്ട്, മോഡുലസ് ഓഫ് റിജിഡിറ്റി മോഡുലസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എന്താ റിജിഡിറ്റി മോഡുലസ്? ജി അഥവാ റിജിഡിറ്റി മോഡുലസ്. റിജിഡിറ്റി മോഡുലസിൽ ഷിയർ സ്ട്രെസ് ഡിവൈഡഡ് ബൈ ഷിയർ സ്ട്രെയിനാണ് അല്ലേ. ഇവിടെ നോക്ക് സ്ട്രെയിനാണ്. അപ്പോൾ നിങ്ങളിത് കാണുമ്പോൾ തന്നെ ചാടി കയറി നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ഇതാണ്. അപ്പോൾ ഇത് ചാടുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യും? കാണുമ്പോൾ തന്നെ ചാടിയിട്ട് റിജിഡിറ്റി മോഡുലസ് എന്ന് ആൻസർ ചെയ്യും. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ എന്താണ്? അത് തെറ്റാണ്. കാരണം ഇവിടെ ചോദിച്ചിട്ടുള്ള എന്താ? ഷിയർ റേറ്റാണ്. അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ കൂടി നോക്കാം. നമ്മൾ എന്ത് ചെയ്യുന്നു? ഇക്വേഷൻ എഴുതാണ് ഷിയർ സ്ട്രെസ് ഡിവൈഡഡ് ബൈ ഷിയർ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി ആണ്. കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി ശ്രദ്ധിക്കുക. അപ്പം ഇവിടെ റേറ്റ് എന്നാണ്, ഷിയർ റേറ്റ് എന്നാണെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി, സ്ട്രെയിൻ എന്നാണെങ്കിൽ റിജിഡിറ്റി മോഡുലസ് എന്ന് ഓർത്ത് നോക്കുക. ഇത് നമ്മൾ ഈറ്റ എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുക കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റീനെ. ഓക്കെ, അപ്പം സ്ട്രെയിൻ ആണെങ്കിൽ എന്താണ്? അടിയിൽ സ്ട്രെയിൻ ആണെങ്കിൽ റിജിഡിറ്റി മോഡുലസ്, റേറ്റ് ആണെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പം മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുകയാണ്. അപ്പം നന്നായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.